ഇന്ന് നിങ്ങൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് അസുരവിത്ത് എന്ന നോവലിൻ്റെ 17-ാം ഭാഗമാണ്. രചനയും അവതരണവും ഇമ്മാനുവൽ എം.വി. ഏവരെയും ഈ ഓഡിയോ ആവിഷ്കാരത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുടക്കമില്ലാതെ കേൾക്കാനും വായിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അവർ രണ്ടുപേരും വിശദമായി മെനു കാർഡ് പഠിച്ചിട്ട് നൂഡിൽസാണ് കഴിക്കാൻ തിരഞ്ഞെടുത്തത്. അത് ഓർഡർ ചെയ്ത് കുറേ സമയം അവിടെ ഇരുന്നിട്ടാണ് അതിൻ്റെ സപ്ലൈ ഉണ്ടായത്. അത്രയും സമയം അവർ അവിടെ ഇരുന്ന് പൊതുകാര്യങ്ങളെല്ലാം സംസാരിച്ചു. ഏതായാലും സോജന് പോകാൻ സമയമാകുന്നതിന് മുൻപ് തന്നെ നൂഡിൽസ് കിട്ടി. അല്പം തിടുക്കത്തിൽ അവർ അത് കഴിച്ചു. എല്ലാവരും പുറത്തിറങ്ങി. അധികം സമയമാകുന്നതിന് മുൻപ് തന്നെ പുല്ലാങ്കുളത്തേക്കുള്ള ബസ്സും അവർക്ക് കിട്ടി. വള്ളിത്തങ്കച്ചനായിരുന്നല്ലോ ചെറിയാച്ചൻ ജീപ്പ് വാങ്ങിയപ്പോൾ മുതൽ ഡ്രൈവർ. കുറേ കാലം കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. സ്ത്രീധനമായി കിട്ടിയ പണവും നേരത്തെ ഉണ്ടായിരുന്ന നീക്കിയിരുപ്പും ചേർത്ത് തങ്കച്ചൻ ഒരു ജീപ്പ് വാങ്ങാൻ തീരുമാനിച്ചു. ജീപ്പ് നോക്കാൻ പോകാൻ ചെറിയാച്ചനും കൂടെ പോയി. അവന് വണ്ടി വാങ്ങി കൊണ്ടുവന്നു. അതോടെ ചെറിയാച്ചൻ്റെ വണ്ടി ഓടിക്കാൻ ഇനി വേറെ ആരും വേണ്ടെന്നും താൻ തന്നെ ചെയ്തുകൊള്ളാം എന്നും അയാൾ തീരുമാനിക്കുകയായിരുന്നു. എന്നിട്ട് ഇപ്പോൾ 1-2 കൊല്ലം കഴിഞ്ഞു. ചെറിയാച്ചനിപ്പോൾ ജീപ്പ് ഓടിക്കാൻ അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു തുടങ്ങി. പ്രത്യേകിച്ചും രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോഴാണ് ആ വിഷമം വളരെ കൂടുതലായി അറിയുന്നത്. ഈ ബുദ്ധിമുട്ട് ആരംഭിച്ചപ്പോൾ മുതൽ അടുത്തറിയുന്ന പലരും ചെറിയാച്ചനോട് പറഞ്ഞതാണ് ഒരു ഡ്രൈവറെ നിയമിക്കാൻ. കാരണം അതിനു മാത്രമുള്ള ഓട്ടം അയാൾക്ക് ഉണ്ടല്ലോ. ഒറ്റയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് വാശി പിടിച്ചാൽ ശരിയാവില്ല. പ്രായം കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് യാതൊരു നഷ്ടവും വരാനില്ല. ഇതൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും തനിക്ക് വാഹനം ഓടിക്കാൻ കഴിയില്ല എന്ന കാര്യം അംഗീകരിക്കാനുള്ള വിഷമം ചെറിയാച്ചന് നന്നായിട്ടുണ്ട്. അയാൾ മസിൽ പിടിച്ചു നിന്നു. ഒരു കാരണവശാലും തനിക്കിപ്പോൾ ഒരു ഡ്രൈവറുടെ ആവശ്യമില്ലെന്ന് അയാൾ തീർത്തു പറഞ്ഞു. തനിക്ക് പോകേണ്ട അത്രയും ദൂരം വണ്ടി ഓടിക്കാൻ തനിക്ക് തന്നെ കഴിയുമെന്നും കാഴ്ച പ്രശ്നമൊന്നുമില്ല എന്നും ചെറിയാച്ചൻ കട്ടായം പറഞ്ഞു. പക്ഷേ തൊമ്മനും അക്കാമ്മയ്ക്കും പിള്ളേർക്കും എല്ലാം നന്നായി അറിയാമായിരുന്നു ചെറിയാച്ചന് കാഴ്ചക്കുറവുണ്ടെന്നും വാഹനമോടിക്കുമ്പോൾ പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നും. എല്ലാവരുടെയും സ്നേഹപൂർവമായ നിർബന്ധം വന്നപ്പോൾ അവസാനം നല്ലൊരു ഡ്രൈവറെ കിട്ടിയാൽ നിയമിച്ചേക്കാം എന്ന് ചെറിയാച്ചൻ സമ്മതിച്ചു. സമ്മതം കിട്ടിയപ്പോൾ പിന്നെ അന്വേഷണമായി. യഥാർത്ഥത്തിൽ അതിന് മുൻപ് തന്നെ തൊമ്മൻ അന്വേഷിച്ചു വെച്ചായിരുന്നു. അലക്കുകാരൻ കേശവൻ്റെ മകൻ ശശി കുലത്തൊഴിലൊക്കെ ഒഴിവാക്കി വണ്ടി ഓടിക്കാൻ തുടങ്ങിയിരുന്നു. അവന് ഏതാണ്ട് 15 വയസ്സായ കാലഘട്ടത്തിൽ തന്നെ അവൻ സുഖമായി വണ്ടി ഓടിച്ചു പോകും. വഴിയൊന്നും പ്രശ്നമേ അല്ല. ഏത് സ്ഥലത്തുകൂടി വേണേലും വാഹനം ഓടിച്ചു പോകാൻ ആള് മിടുക്കനാണ്. എന്നാൽ വളരെ സൂക്ഷിച്ചു വണ്ടി ഓടിക്കുകയും ചെയ്യും. ഇപ്പോൾ അവന് ഡ്രൈവിങ്ങിൽ ലൈസൻസായി. 20 വയസ്സുമായി. 4-5 വർഷമായി വണ്ടി ഓടിക്കുന്നു. അറിഞ്ഞിടത്തോളം സൽസ്വഭാവിയാണ്. അലമ്പ് കേസിൽ അവനെ കണ്ടിട്ടുമില്ല. എല്ലാം കൂട്ടിവെച്ച് നോക്കുമ്പോൾ തൊമ്മൻ്റെ അഭിപ്രായത്തിൽ ശശി നല്ലൊരു ഡ്രൈവറായിരിക്കും. അതുപോലെ ചെറിയാച്ചന് നല്ലൊരു കൂട്ടുമായിരിക്കും. തൊമ്മൻ ശശിയുടെ കാര്യം ചെറിയാച്ചനോട് പറഞ്ഞു. ആദ്യം അയാൾ എതിർത്തു. അതയാളുടെ സ്വഭാവമാണ്. ഏത് കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാലും ആദ്യം അത് വേണ്ട എന്ന് പറയും. അത് കഴിഞ്ഞ് അല്പസമയം കഴിയുമ്പോൾ നമുക്ക് ആലോചിക്കാം എന്ന് പറയും. കുറേ കഴിയുമ്പോൾ അതങ്ങ് സമ്മതിക്കുകയും ചെയ്യും. എല്ലാ കാര്യത്തിലുമല്ല, ചില പ്രത്യേക കാര്യങ്ങളിൽ മാത്രം. എനിക്ക് അവനെ ഒന്ന് കാണണം. എനിക്ക് കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഞാൻ നിയമിക്കും. നിനക്ക് വണ്ടി ഓടിക്കലും ആളെയും ഇഷ്ടപ്പെട്ട് കാണും എന്നോർത്ത് എൻ്റെ ഡ്രൈവറായി എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകേണ്ടത് ഞാനല്ലേ? അതിന് പറ്റുന്നവനായിരിക്കണ്ടേ എൻ്റെ ഡ്രൈവർ? കണ്ടിട്ട് നിയമിച്ചാൽ മതിയെന്നേ. അതും ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം. ഞാനൊരു നിർദ്ദേശം പറഞ്ഞെന്നേ ഉള്ളൂ. സ്വീകരിക്കാൻ പൊന്നു മനസ്സുണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി.
എൻ്റെ ഈ പരിമിതമായ അറിവ് വെച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്നും ശരിയായിക്കോളണം എന്നില്ല എന്ന് അനുഭവം കൊണ്ട് അറിയാമല്ലോ. അതുകൊണ്ട് ആളെ ശരിക്ക് കണ്ട് ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിയമിച്ചാൽ മതി. അവർ തമ്മിലുള്ള തർക്കം അങ്ങനെ കൂടുതൽ നീണ്ടില്ല. ശശിയെ വിളിപ്പിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ പണിയില്ലാതെ നിൽക്കുകയായിരുന്നു അവൻ. അതുകൊണ്ട് വിവരമറിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ ശശി വന്ന് ചെറിയാച്ചനെ കണ്ടു. ചെറിയാച്ചൻ അവനെ ഒന്ന് നോക്കി. നല്ല നിറം, കണ്ടാൽ നല്ല സുന്ദരൻ. മുടി ഒരുമാതിരി പർവ്വതം പോലെ മുകളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് എന്നത് മാത്രം അയാൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൻ്റെ മുടി ശരിക്കു പറഞ്ഞാൽ ഉപമിക്കാൻ പറ്റുന്നത് കച്ചിത്തുറുവിനോടാണ്. താടിയും നീട്ടിയിട്ടുണ്ട്. നിറമുണ്ടെങ്കിലും അവൻ്റെ ഈ കോലം അയാൾക്കത്ര പിടിച്ചില്ല. അതുകൊണ്ട് ചെറിയാച്ചൻ ചോദിച്ചു, എൻ്റെ കൂടെ ഡ്രൈവറായി പോരുമ്പോൾ ഈ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റുന്നതിൽ വിരോധമുണ്ടോ? പണിയില്ലെങ്കിലും ഹെയർ സ്റ്റൈൽ വേണമെന്നാണെങ്കിൽ പറയാം. എൻ്റെ കൂടെ വരുമ്പോൾ എനിക്ക് കൂടി പറ്റുന്നയാൾ ആയിരിക്കേണ്ടതല്ലേ? അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഇഷ്ടം പോലെ ചെയ്യാം. മാറ്റാൻ പറ്റില്ല എന്നാണെങ്കിൽ ഞാൻ വേറെ ആളെ അന്വേഷിച്ചു കൊള്ളാം. അതിൽ എനിക്കൊരു വിരോധവുമില്ല ചായ. ഞങ്ങൾ കമ്പനി കൂടുമ്പോൾ എല്ലാവരും ഒരുപോലെ ആയതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും പണിയില്ലാത്തവരുമായിരുന്നു. ഒരു ജോലിക്ക് വരുമ്പോൾ അതിൻ്റേതായ രീതിയിൽ വരണ്ടേ? സ്റ്റൈലൊന്നും ജോലിക്കാര്യത്തിൽ നിർബന്ധമല്ല. ജോലി ആദ്യം, സ്റ്റൈൽ പിന്നെ. അതാണ് എൻ്റെ താല്പര്യം. ആദ്യത്തെ നിർദ്ദേശം തന്നെ അവൻ പൂർണ്ണമായും അംഗീകരിച്ചു എന്ന് അയാൾക്ക് തോന്നി. വണ്ടി എടുപ്പിച്ച് നോക്കി. നല്ല ഭംഗിയായി ഡ്രൈവ് ചെയ്യുന്നു. വാഹനവും സൂക്ഷിക്കും. വാഹനത്തിലുള്ള ആളുകളെയും സൂക്ഷിക്കും. അതാണ് ശശിയുടെ രീതി. ചെറിയാച്ചന് അവനെ ഇഷ്ടമായി എന്ന് മുഖം കണ്ടപ്പോൾ തന്നെ തൊമ്മന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾക്കും സന്തോഷമായി. എന്നാലും അപ്പോൾ തന്നെ നിയമിച്ചു എന്ന് പറഞ്ഞില്ല. അതല്ലല്ലോ അതിൻ്റെ ഒരു ശരി. അതുകൊണ്ട് വിവരം പറയാം എന്ന് പറഞ്ഞ് ശശിയെ പറഞ്ഞു വിട്ടു. ശശി പോയ ഉടനെ ചെറിയാച്ചൻ തൊമ്മനെ വിളിച്ചു. ദേഷ്യപ്പെടാനാണോ അഭിനന്ദിക്കാനാണോ എന്ന കാര്യത്തിൽ തൊമ്മന് സംശയമില്ലായിരുന്നു. നിന്റെ തെരഞ്ഞെടുപ്പ് അത്യുഗ്രൻ തന്നെ. എത്ര നാൾ ഇവനെ നിരീക്ഷിച്ച് കഴിഞ്ഞിട്ടാണ് നീ അവനെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്? ഏതായാലും ഒറ്റ നോട്ടത്തിൽ കണ്ട് ഇഷ്ടപ്പെട്ടതല്ല എന്നെനിക്ക് ഉറപ്പ്. ഇവൻ ഓടിക്കുന്ന ജീപ്പിൽ ഞാൻ 1-2 തവണ യാത്ര ചെയ്തിട്ടുണ്ട്. ഇവനോട് 1-2 തവണ സംസാരിച്ചിട്ടുമുണ്ട്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പിള്ളേർക്കുള്ള സ്വഭാവദോഷങ്ങളൊന്നും ഇവനില്ല. നന്നായി ജോലി ചെയ്യണം എന്ന് താല്പര്യവുമുണ്ട് എന്ന് മനസ്സിലായി. അത് നമുക്കും ഇഷ്ടമുള്ള സ്വഭാവമാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ അച്ചായൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. നമുക്ക് അവനോട് അടുത്ത ദിവസം മുതൽ വരാൻ പറയാം. അടുത്ത ദിവസം നമുക്ക് കർണാടകത്തിൽ പോകേണ്ടതല്ലേ? അപ്പോൾ കുറച്ച് കൂടുതൽ ഓടിക്കേണ്ടതല്ലേ? അവനുള്ളതായിരിക്കും നല്ലത്. അവിടെ വാങ്ങിയ സ്ഥലത്ത് എന്താണ് ഇനി കൃഷി ചെയ്യേണ്ടത് എന്നുള്ള യാതൊരു തീരുമാനവും ഇതുവരെ എടുത്തില്ലല്ലോ. നമുക്കെല്ലാവർക്കും കൂടി ഒന്ന് പോകാം. കൊച്ചുങ്ങൾക്കൊഴിവാണെങ്കിൽ അവരെയും കൂട്ടാം. വാങ്ങിയ സ്ഥലം അവർ കണ്ടില്ലല്ലോ. ഇതൊക്കെ വാങ്ങുന്നത് അവർക്ക് വേണ്ടിയല്ലേ? കുറച്ച് നിനക്ക് തരാമെന്ന് വെച്ചാൽ നിനക്കാണെങ്കിൽ പെണ്ണും പിടക്കോഴിയും ഒന്നുമില്ല താനും. ഇനി അതിൻ്റെ ഒരു കുറവും കൂടിയേ ഉള്ളൂ. കല്യാണം കഴിച്ച ചില അവന്മാരനുഭവിക്കുന്നത് പറഞ്ഞു കേട്ടാൽ മതി. അതൊക്കെ കേട്ടാൽ കെട്ടാതിരിക്കാനേ തോന്നുകയുള്ളൂ. പെണ്ണുങ്ങൾ വരച്ച വരയിൽ നമ്മൾ നിൽക്കണം. അത് തെറ്റിയാൽ വീട്ടിൽ പ്രശ്നം. സമയത്ത് ഭക്ഷണം കിട്ടില്ല, മിണ്ടുകേല, അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ തൊമ്മൻ കൊച്ചുചേട്ടനെ പോലെ ദിവസവും ഭാര്യയെ എടുത്തിട്ട് ഇടിക്കണം. എനിക്ക് ഇതൊന്നും വയ്യേ. അച്ചായന് കിട്ടിയ പോലെ പറയുന്നത് അതുപടി അനുസരിക്കുന്ന ഏതെങ്കിലും ചേച്ചി ആയിരുന്നെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചേനെ. ഞാൻ അന്വേഷിക്കുന്ന കാലത്ത് അങ്ങനെ ഒരാളെ കണ്ടില്ല, ഇനിയൊട്ട് അന്വേഷിക്കുന്നുമില്ല. തീരുമാനമായി പറയുന്നവനോട് പിന്നെ എന്ത് നിർദ്ദേശം പറയാനാണ്? അവന് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ. ചിലപ്പോൾ
അവസാന കാലത്ത് കുറേ ബുദ്ധിമുട്ട് ആകും എന്ന് മാത്രം. അതിപ്പോൾ ഭാര്യയും മക്കളും ഉണ്ടെങ്കിലും ചിലരുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടാകാറുണ്ട്. ശശിയെ ഡ്രൈവറായി നിയമിച്ചു. ശശിയുടെ കൂടെ ഒരു തവണ ചെറിയാച്ചൻ കൽപ്പറ്റ വരെ പോയി. അവൻ്റെ വാഹനം ഓടിക്കലും ഡ്രൈവർ എന്ന നിലയിലുള്ള അവൻ്റെ പെരുമാറ്റവും എല്ലാം ചെറിയാച്ചന് ഇഷ്ടപ്പെട്ടു. അവനെ ഡ്രൈവറായി നിയമിച്ചതിൽ ചെറിയാച്ചന് സന്തോഷമായി. അവൻ്റെ പേര് നിർദ്ദേശിച്ച തൊമ്മനോടും ഒരു പ്രത്യേക താല്പര്യം തോന്നി. പിറ്റേ ദിവസം ശനിയാഴ്ചയായിരുന്നു. പിള്ളേർക്ക് ക്ലാസ് ഇല്ല. ചെറിയാച്ചൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ കർണാടകത്തിൽ വാങ്ങിച്ച ഏലത്തോട്ടം കാണാൻ പോകുന്ന കാര്യം അക്കാമ്മയോട് പറഞ്ഞു. അവൾക്കതിൽ താല്പര്യമൊന്നുമില്ല. ഭൗതിക സമ്പത്തിനോട് കക്ഷിക്ക് വലിയ താല്പര്യമില്ലേയില്ല. കൂടുതൽ വാങ്ങിക്കൂട്ടുന്നത് ആർക്കു വേണ്ടിയാണെന്ന് പലപ്പോഴും ചെറിയാച്ചനോട് ചോദിക്കാറുണ്ട്. മരിച്ച് കുഴിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ 10 പൈസ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന കാര്യം ഓർക്കണം എന്ന് ചെറിയാച്ചനോട് പ്രത്യേകം പറയും. സംഗതിയൊക്കെ ശരിയാണ്. അതിപ്പോൾ ആരും കൊണ്ടുപോകുന്നില്ലല്ലോ. പിള്ളേരുടെ കാര്യം കുഴപ്പമില്ലാതെ നടക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞ് സോപ്പിടുകയും ചെയ്യും. പിള്ളേർക്ക് 2 പേർക്കും താല്പര്യമായിരുന്നതുകൊണ്ട് കർണാടകത്തിലേക്ക് യാത്ര പോകാൻ അക്കാമ്മയും സമ്മതിച്ചു. മാനന്തവാടിയിൽ നിന്നും കുട്ട വഴി ഗോണിക്കുപ്പ എത്തിക്കഴിഞ്ഞാൽ അതിന് അടുത്തായിട്ടാണ് ചെറിയാച്ചൻ വാങ്ങിച്ച 50 ഏക്കർ ഏലത്തോട്ടം. രാവിലെ പുല്ലാങ്കുളത്തു നിന്നും പുറപ്പെട്ടതാണ്. ഏതാണ്ട് ഉച്ചയോടുകൂടി സ്ഥലത്തെത്തി. അവിടെ എത്തുന്നതിന് അല്പം മുമ്പ് വരെ നല്ല ചൂടുണ്ടായിരുന്നു. എന്നാൽ തോട്ടത്തിലേക്ക് കയറിയപ്പോൾ സ്ഥിതി ആകെ മാറി. ഏലത്തോട്ടത്തിനുള്ളിലൂടെ തണുപ്പ് അനുഭവിച്ച് ഏലച്ചെടികളുടെ ചുവട്ടിൽ കായ്ച്ചു തുടങ്ങിയ കതിർപ്പുകളും ശ്രദ്ധിച്ച് കുട്ടികൾ 2 പേരും അതീവ സന്തോഷത്തോടെ ഓടിയും ചാടിയും മറിഞ്ഞും എല്ലാം കൊച്ചു കുട്ടികളെപ്പോലെ കളിച്ചു. 50 ഏക്കർ സ്ഥലം മുഴുവനും എല്ലാവരും നടന്നു കണ്ടു. മരങ്ങളും ഏലച്ചെടികളും മാത്രമേ ഉള്ളൂ. ആ പ്രദേശങ്ങളൊക്കെ ഏലത്തിന് നന്നായി വിളവുള്ള സ്ഥലങ്ങളാണ്. അതുകൂടി നോക്കിയാണ് അല്പം കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയപ്പോൾ ചെറിയാച്ചൻ അവിടുത്തെ സ്ഥലം വാങ്ങിയത്. പലിശയ്ക്ക് ചെറിയാച്ചനോട് പണം വാങ്ങിയത് ഈടാക്കാൻ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു താനും. മാത്രവുമല്ല, കേരളത്തിൽ കൃഷി താരതമ്യേന നഷ്ടമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയവുമാണല്ലോ. ഏലച്ചെടിക്കാണെങ്കിൽ കാര്യമായ ശല്യങ്ങളൊന്നുമില്ല. അതും ഏലത്തോട്ടം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണമാണ്. പിന്നെ എപ്പോഴെങ്കിലും കർണാടകത്തിലേക്ക് തൻ്റെ ചാരായ ബിസിനസ് വ്യാപിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ ഇവിടെ ഒരു സ്ഥലമുള്ളത് നല്ലതാണല്ലോ. ലേലത്തിന് കർണാടകത്തിൽ സ്ഥലമുള്ളവർക്ക് മാത്രമേ പങ്കെടുക്കാൻ കഴിയൂ എന്നെങ്ങാനും വന്നെങ്കിലോ. എസ്റ്റേറ്റിനുള്ളിൽ ബംഗ്ലാവ് എന്ന് വിളിക്കാൻ കഴിയില്ലെങ്കിലും ചെറിയൊരു വീടുണ്ട്. ആ വീട്ടിലായിരുന്നു അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം പാകം ചെയ്തിരുന്നത്. ഒരു സ്ഥിരം പണിക്കാരി, ഒരു കർണാടകക്കാരി അവിടെയുണ്ട്. പേര് കനകമ്മൾ. മലയാളം മനസ്സിലാവാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാലും ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഉച്ചയായപ്പോഴേക്കും ഷെഡിലേക്ക് പോയി. വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണം കഴിച്ച് കുറച്ച് സമയം കൂടി ഏലത്തോട്ടത്തിന് നടുവിലൂടെ ഒഴുകുന്ന അരുവിയിലൂടെ നടന്നതിന് ശേഷമാണ് റിജുവും റിൻസിയും തിരിച്ചു പോകാൻ സമ്മതിച്ചത്. തിരിച്ചു പോകണമെങ്കിൽ തന്നെ ജീപ്പ് കിടക്കുന്ന സ്ഥലത്തേക്ക് ഏതാണ്ട് 1/2 കിലോമീറ്ററോളം ദൂരം നടക്കണം. തോട്ടത്തിൻ്റെ ഉള്ളിൽ വരെ വണ്ടി വരില്ലാഞ്ഞിട്ടല്ല. എല്ലാവരും ഏലത്തോട്ടം നന്നായി കണ്ടു വരട്ടെ എന്ന് വിചാരിച്ചാണ് അവിടെ ജീപ്പ് നിർത്തിയിട്ട് എല്ലാവരും നടന്നത്. തിരിച്ചു നടന്ന് കാടിന് പുറത്തെത്തിയപ്പോഴേക്കും മഴ തുടങ്ങിയിരുന്നു. ചാറ്റൽ മഴയാണെങ്കിലും ഭയങ്കര തണുപ്പാണ്. എത്രയും പെട്ടെന്ന് തന്നെ ശരീരം നനയാതെ എല്ലാവരും ഓടി ജീപ്പിനുള്ളിൽ കയറി. ശശി വണ്ടി സ്റ്റാർട്ട് ചെയ്തു മുന്നോട്ടെടുത്തു. അവർ തിരിച്ചുള്ള യാത്ര തുടങ്ങി. എങ്ങനെയുണ്ട് റിൻസി? ഏലത്തോട്ടം നിനക്കിഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് 2 പേർക്കും കൂടിയാണ് ഞാൻ ഇത് വാങ്ങുന്നത്. നിങ്ങൾക്കിഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനത് തിരിച്ചു കൊടുത്തേക്കാം. വാങ്ങിയ പൈസ തിരിച്ചു തരാൻ അവർ ഇപ്പോഴും തയ്യാറാണ്. വേണമെങ്കിൽ ചെറിയ ലാഭവും കൂടി കിട്ടും. ഞാനുമൊക്കെ ഇനി എത്ര കാലമുണ്ടാകും എന്ന് പറയാനൊക്കില്ല. ലാഭമെടുക്കേണ്ടത് നിങ്ങളാണ്.
അതുകൊണ്ടാണ് നിങ്ങൾക്കിഷ്ടപ്പെടുന്നില്ലെങ്കിൽ വാങ്ങുന്നില്ല എന്ന് പറഞ്ഞത്. അത് ചെറിയാച്ചൻ വെറുതെ പറഞ്ഞതാണ്. കാരണം നിലവിൽ തോട്ടം വാങ്ങിക്കഴിഞ്ഞു. ഇനി അത് തിരിച്ചു കൊടുത്താലും അത്രയും പണം കിട്ടുകയുമില്ല, ചെറിയാച്ചനോട്ട് കൊടുക്കുകയുമില്ല. എന്നാലും പിള്ളേരുടെ മുൻപിൽ അല്പം സെൻറ്റി അടിച്ചതാണ്. അങ്ങനെയെങ്കിലും അവർക്കൊരു താല്പര്യമുണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെന്നേ. ഇപ്പോൾ കച്ചവടം ചെയ്യുന്ന ഈ മേഖലയിലേക്ക് കച്ചവടത്തിൻ്റെ കാര്യത്തിൽ രണ്ടിനും താല്പര്യമില്ല. കൃഷിയുടെ മേഖലയിലെങ്കിലും താല്പര്യമുണ്ടാവണ്ടേ. ഏലത്തോട്ടം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അപ്പച്ചൻ പറയുന്നത് പോലെയുള്ള ലാഭമെടുക്കലോ വിളവെടുക്കലോ പോലുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്നും എനിക്കറിയില്ല. അതിനൊക്കെ അപ്പച്ചനുണ്ടല്ലോ. അതിനെപ്പറ്റി ഒന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. ഏതായാലും തോട്ടം നല്ലതാണ്. വല്ലപ്പോഴും വരാനും കുറച്ച് ദിവസം താമസിക്കാനും കൊള്ളാം. നല്ല കാലാവസ്ഥയും നല്ലൊരു തോടും. പിള്ളേർക്ക് തോട്ടം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് കേട്ടതോടെ ചെറിയാച്ചൻ ആള് ബഹുത്തു ഖുഷി. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും വേണ്ടപ്പെട്ടവർക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറന്നേക്കല്ലേ. കഥയുടെ ഓരോ ഭാഗങ്ങൾ അവരും കൂടി കേൾക്കട്ടെ എന്ന്. ലൈക്കും ഷെയറും ഒക്കെ ചെയ്താൽ യൂട്യൂബ് ഈ കഥ കൂടുതൽ പേരിലേക്ക് എത്തിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത്രയുമായാൽ നല്ലതല്ലേ. കഥയുടെ അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും നല്ലത് വരാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കേ.